ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് റാപ്പിഡോ, ഊബർ പോലുള്ള ആപ്പുകളെയാണ്. കുറഞ്ഞ ചെലവിൽ വീട്ടുപടിക്കൽ വാഹനം എത്തും എന്നതാണ് ഇതിന്റെ ഗുണം. എന്നാൽ ഇതിനെതിരെ നമ്മുടെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ വലിയ സമരത്തിലാണ്. ഇത് വെറും ഒരു മത്സരമാണോ അതോ നിയമവിരുദ്ധമായ കാര്യമാണോ? ഇന്ത്യയിലെ നിയമങ്ങൾ ഇതിനെക്കുറിച്ച് എന്തൊക്കെ പറയുന്നു? സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. റാപ്പിഡോ, ഊബർ തുടങ്ങിയ കമ്പനികളെ നിയമപരമായി അഗ്രിഗേറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. പ്രധാനമായും മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988 സെക്ഷൻ 93 അനുസരിച്ചിട്ടാണ് ഇവ പ്രവർത്തിക്കുന്നത്. 2020 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മോട്ടോർ വെഹിക്കിൾ അഗ്രിഗേറ്റേഴ്സ് ഗൈഡ് ലൈൻ പ്രകാരം ബൈക്ക് ടാക്സികൾക്ക് അനുമതി നൽകാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്. കേരളത്തിൽ 2015-16 കാലഘട്ടത്തിലാണ് ഊബർ, ഓല തുടങ്ങിയ ടാക്സി ആപ്പുകൾ സജീവമായത്. എന്നാൽ റാപ്പിഡോ ബൈക്ക് ടാക്സികൾ വരുന്നത് കുറച്ചു കാലം മുൻപാണ്. തുടക്കത്തിൽ ഇതിന് വ്യക്തമായ അനുമതി കേരള സർക്കാർ നൽകിയിരുന്നില്ല. സ്വകാര്യ നമ്പറുള്ള വാഹനങ്ങൾ ടാക്സിയായി ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ് ആദ്യം മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിരുന്നത്. എന്തിനാണ് ഓട്ടോ ടാക്സി ഡ്രൈവർമാർ ഇതിനെ എതിർക്കുന്നത്? പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. സാധാരണക്കാരായ ഡ്രൈവർമാരുടെ വരുമാനത്തെ ഇത് സാരമായി ബാധിക്കുന്നു. ടാക്സി പെർമിറ്റും മറ്റു ടാക്സുകളും അടച്ച് ഓടുന്നവരോട് കുറഞ്ഞ നിരക്കിൽ ആപ്പുകൾ മത്സരിക്കുന്നത് നീതിയല്ല എന്നാണ് ഇവരുടെ വാദം. ഈ സമരങ്ങൾ കോടതിയിൽ വിജയിക്കാൻ പ്രയാസമാണ്. കാരണം കർണാടക ഹൈക്കോടതി ഉൾപ്പെടെയുള്ള പല കോടതികളും ബൈക്ക് ടാക്സികൾക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. മോട്ടോർ സൈക്കിൾ ഒരു ട്രാൻസ്പോർട്ട് വാഹനമായി കാണാമെന്നും അതിന് പെർമിറ്റ് നൽകണമെന്നും കോടതികൾ നിരീക്ഷിച്ചിട്ടുണ്ട്. നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെങ്കിൽ ഈ സർവീസുകൾ തടയാൻ കഴിയില്ല. ഇന്ത്യയിൽ നമുക്ക് ഇഷ്ടമുള്ള ബിസിനസ് ചെയ്യാനും കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ നൽകാനും അവകാശമുണ്ടോ? തീർച്ചയായും. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)യിൽ ഓരോ പൗരനും ഇഷ്ടമുള്ള തൊഴിലോ ബിസിനസ്സോ ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ആക്ട് 2002 പ്രകാരം ഇന്ത്യയിൽ ഹെൽത്തി കോമ്പറ്റീഷൻ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. ഒരു കമ്പനി അവരുടെ കയ്യിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിരക്ക് കുറയ്ക്കുന്നത് ഉപഭോക്താക്കൾക്ക് ഗുണകരമാണ്. ഇതിനെ പ്രെഡേറ്ററി പ്രൈസിംഗ് എന്ന് വിളിക്കണമെങ്കിൽ ആ കമ്പനി ആ വിപണിയിൽ ഡോമിനന്റ് പൊസിഷനിലായിരിക്കണം. നിലവിൽ ആപ്പുകൾ തമ്മിലും ഓട്ടോകൾ തമ്മിലും മത്സരം ഉള്ളതിനാൽ ഇതിനെ ഡോമിനന്റ് പൊസിഷനിൽ കാണാൻ പ്രയാസമാണ്. എല്ലാം ശരിയാണെങ്കിലും ഇതിലും കൃത്യമായ റെഗുലേഷൻ ആവശ്യമാണ്. ഡ്രൈവർമാരുടെ സുരക്ഷ, യാത്രക്കാരുടെ ഇൻഷുറൻസ്, കൃത്യമായ നികുതി അടയ്ക്കൽ, ഈ കാര്യങ്ങളിൽ സർക്കാർ പുതിയ നയങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട്. കേരള സർക്കാർ ഇപ്പോൾ സ്വന്തമായി കേരള സവാരി എന്ന ആപ്പ് ഇറക്കിയത് തന്നെ ഈ മത്സരം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. ചുരുക്കത്തിൽ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ അനിവാര്യമാണ്. കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. എന്നാൽ പരമ്പരാഗത തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുമുണ്ട്. കോടതികൾ എപ്പോഴും കാണുന്നത് നിയമപരമായ അവകാശങ്ങളാണ്, വികാരങ്ങളല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കേട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.